അയ്യോ അപ്പാ എന്റെ വാല അയ്യോ അയ്യോ അപ്പാ അയ്യോ ഇതെല്ലാം പോയി ഇതെല്ലാം പോയി. സംസ്ഥാനത്ത് ഭീതി പടർത്തി വീണ്ടും ബ്ലാക്ക്മാന്റെ വിളയാട്ടം. ഇന്നലെ രാത്രി തിരുവനന്തപുരം ജഗതിയിൽ ഒരു വയോധികയുടെ വീട് കുത്തി തുറന്ന് മോഷണം നടന്ന സംഭവമാണ് വീണ്ടും ആശങ്കയാകുന്നത്. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് അലമാരയിൽ ബ്ലാക്ക്മാന്റേതാണെന്ന് സൂചിപ്പിക്കുന്ന അടയാളം കണ്ടു. ഇതോടെ ഇത് സംസ്ഥാനത്തെ 8ാമത്തെ സംഭവമായി മാറി. പ്രായമായവർ ഒറ്റയ്ക്കു താമസിക്കുന്ന വീടുകൾ ലക്ഷ്യമിട്ടാണ് ഇയാൾ മോഷ്ടിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസിന് മറ്റ് തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇത് പോലീസിന്റെ അനാസ്ഥയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് അറിയിച്ചു. അടുത്ത പ്രധാന വാർത്ത, സെൻസസ് 2027 ആദ്യഘട്ടം തുടങ്ങി. നീ അവിടെ എന്ത് ചെയ്യാൻ പോവായിരുന്നു? അത് ഞാൻ പിന്നെ ആ കീച്ചയും കണ്ടപ്പോ വെറുതെ. പെണ്ണെ നീ നിർത്തിക്കോ, നിനക്കിതൊരു ഹരമായിരിക്കും, പക്ഷെ നാട്ടുകാർക്ക് ഇത് മോഷണമാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യണുണ്ട് കേട്ടോ, പക്ഷെ എന്താണെന്നറിയില്ല. ചില സാധനങ്ങൾ കാണുമ്പോഴേ അറിയാതെ ഇങ്ങനെ കൈ അടുത്തോട്ട് പോകും. നിനക്ക് ഇനിയും മതിയായില്ലല്ലേ? നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് തഞ്ചാവൂർ ഇതേപോലെ പോയപ്പോ ഇങ്ങനെയുള്ളൊരു ബൊമ്മയുണ്ടല്ലോ? തഞ്ചാവൂർ ബൊമ്മയാ? തഞ്ചാവൂർ ബൊമ്മേ. നീ അത് അടിച്ചു മാറ്റി നാട്ടുകാർ തൂക്കാറായപ്പോൾ നീ പതിയെ അതെടുത്ത് എൻ്റെ ബാഗിലോട്ട് ഇട്ട് അവന്മാരെല്ലാം കൂടെ എന്നെ പിടിച്ച് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തുള്ള തൊണ്ടി മുതലെന്ന് പറഞ്ഞിട്ടാണ് അന്ന് അവന്മാരെന്നെ വിട്ടത്. അന്ന് തൊട്ട് ആ ബൊമ്മ എവിടെ കണ്ടാലും എനിക്ക് പേടിയാണ്. ഇപ്പോഴെങ്ങാനും നിന്നെ പിടിച്ചിരുന്നെങ്കിൽ നിന്റെ കൂടെ കൂട്ടുപ്രതിയായിട്ട് ഞാനും അകത്ത് പോയനെ. എൻ്റെ സസ്പെൻഷൻ നീ ഡിസ്മിസലാക്കി തരുവോടെ? ഓ, നിങ്ങൾ പറഞ്ഞ കേട്ടാ എന്താ ഞാൻ സസ്പെൻഷൻ വാങ്ങിച്ചു തന്ന പോലെയാണല്ലോ. എന്താ ഉണ്ടായെന്ന് അറിയാലോ. സുഹൃത്തുക്കളെ, വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് വാട്സപ്പിൽ ഒരു ലിങ്ക് കിട്ടി. ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് നമ്മുടെ പവർ സ്റ്റാറായ വിനയ് അഭിനയിച്ച ധീരനായകൻ എന്ന സിനിമയുടെ പൈറേറ്റഡ് കോപ്പിയാണ്. അതും HD വെർഷനിൽ. എന്ത് രസമാണെന്നോ അത് കാണാനായിട്ട്. ഞാനത് മുഴുവൻ ഇരുന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കാർക്കും ഈ അബദ്ധം പറ്റാതിരിക്കാനായി ഞാൻ എൻ്റെ ബയോയിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും അത് ഡൗൺലോഡ് ചെയ്ത് കാണാതെ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. വിനയപൂർവം PC അരവിന്ദ്, കരമന സ്റ്റേഷൻ. എന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന കേട്ടാ? നിങ്ങൾ അയച്ചു കൊടുത്ത ലിങ്ക് വഴി എത്ര പേര് ആ സിനിമ കയറി കണ്ടേന്നറിയൂ? ഇത് ഞാൻ ഉദ്ദേശിച്ച നന്മ ഈ നാട്ടുകാർക്ക് മനസ്സിലാവത്തിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ചുമ്മാതല്ല, ജോലിയെ പാരും മൈൻഡ് ചെയ്യാത്ത. നീ എൻ്റെ നന്മയുടെ മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കൊരു തിന്മയുടെ മുഖമുണ്ട്. പ്രതികൾ കണ്ട പേടിച്ച് പറയ്ക്കുന്ന ഒരു മുഖം. അത് നീ എന്നെ കൊണ്ട് കാണിപ്പിക്കല്ലേ. റിക്വസ്റ്റ്. നന്മയുടെ മുഖം കണ്ടപ്പോ സസ്പെൻഷൻ ആയിരുന്നെങ്കിലേ തിന്മയുടെ മുഖം കാണുമ്പോൾ ഡിസ്മിസലായിരിക്കും അല്ലേ കിട്ടാൻ? മതി. യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ് ഓഫ് എ സസ്പെൻഡഡ് പോലീസ് ഓഫീസർ. വാ, ചായ കുടിക്കാൻ പോ. പപ്പട വടയും കൂടെ വാങ്ങിച്ച എന്തെങ്കിലും വാങ്ങിത്തരാം. ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ മക്കളൊക്കെ? ഒരു മോളുണ്ട്. മോള് ഹൈദരാബാദിലാണ് താമസിക്കുന്നത്. മോളെ ഹസ്ബൻഡ് അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ ടോട്ടൽ എത്ര മുറികളുണ്ട്? താഴെ 3 റൂമുണ്ട്, മുകളിൽ 2 റൂമുണ്ട്. പിന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ മുകളിലൊന്നും കയറാറില്ല. സാറിൻ്റെ വരുമാനമൊക്കെ? എനിക്ക് പെൻഷനുണ്ട്. മോള് മാസം തോറും കുറച്ച് അയച്ചു തരും. സാറെ കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടും? ഓ, തരാനല്ല.
നല്ല വെയിലല്ലേ, ഒരു ജ്യൂസ് അടിച്ചേട്ടാ. നിനക്ക് എത്ര മണിക്ക് ബസ്? 5 മണിക്ക്. ഞാനൊന്ന് വീട്ടിലോട്ട് പോയാലോ എന്ന് ആലോചിക്കുക. നീ എന്തായാലും നിൻ്റെ വീട്ടിൽ പോയിട്ടേ മാമൻ്റെ അടുത്ത് എൻ്റെ സസ്പെൻഷൻ്റെ കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. വെറുതെ വിഷമമായല്ല. അതിനവിടെ നിങ്ങളെപ്പറ്റി ആര് ചോദിക്കാൻ പോണ? നിനക്ക് ഈയിടെയായിട്ട് എൻ്റെ അടുത്ത് ബഹുമാനം കുറയുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പൊ ഇപ്പോഴും മനസ്സിലായില്ലേ? സംശയം മാത്രമേ ഉള്ളൂ. നിനക്കൊരു കാര്യം അറിയോ, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. നിൻ്റെ അടുത്ത് ഇങ്ങനെ തമാശയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. കോടതി പോലും ജഡ്ജി വരുന്നതിന് മുമ്പ് എന്നെ തൊഴുതിട്ടേ വന്നിരിക്കാറുള്ളൂ, അറിയോ? അതെ, അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. അല്ല, നിങ്ങളെ ബഹുമാനിച്ചിട്ടൊന്നുമല്ല. നീയേ 5 മണി വരെ ഒന്നും കാത്തിക്കട്ട. ഇപ്പൊ തന്നെ കിട്ടണ ഏതെങ്കിലും ബസ്സിൽ കയറിപ്പോ. എന്നാ ചേട്ടൻ ബില്ല് കൊടു. സർ, ഓക്കെ സർ, എവിഡൻസ് ഞാൻ പോയി കളക്ട് ചെയ്യാം സർ. ഓക്കെ, ഡി വേഗം കയറ്. ഇവിടുത്തെ അയൽക്കാരൊന്നും വലിയ സഹകരണമുള്ളവരല്ല. അവരാരും ഇങ്ങോട്ടും വരത്തില്ല, ഞങ്ങളാരും അങ്ങോട്ടും പോകില്ല. സാറേ, വീട്ടിൽ ടൈൽസ് ആണോ അതോ? ടൈൽസാണ്. എന്ത് മാറ്റണോ? ഇത് സാറിൻ്റെ വാർഷിക വരുമാനം ഒന്ന് പറയാമോ? അതിപ്പോൾ നീ ഇറങ്ങിയായിരുന്നോ? സാറ് ഒറ്റയ്ക്കാന്നല്ലേ പറഞ്ഞു. അപ്പം ഇത് ഒറ്റയ്ക്കാ? ഇതെൻ്റെ മകളാ, അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. നീ എല്ലാം എടുത്തല്ലോ, ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല, എല്ലായിടത്തും. ഉയ്യോ, ഞാൻ ഹാൻഡ് ബാഗ് മറന്നു. തനിക്കിനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വണ്ടി ഇത് മാത്രമേ ഉള്ളൂ സാറേ? ഇപ്പം ഇതേ ഉള്ളൂ. അപ്പോൾ എത്തിയാൽ ഉടനെ വിളിക്കണം. ഓക്കെ. അതിൻ്റെ ചോദ്യമൊക്കെ കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? 2 ചോദ്യം കൂടെ ഉണ്ട് സാറേ. എന്നാൽ പെട്ടെന്ന് ചോദിക്കുക, എനിക്ക് വേറെ പണിയുള്ളതാണ്.
ചേട്ടൻ്റെ കാര്യം മാമി ചോദിച്ചായിരുന്നു. അയ്യോ എന്നിട്ട് പേടിക്കൊന്നും വേണ്ട, ജോലി പോയ കാര്യം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ആശ്വാസമായി. എല്ലാം ഒന്ന് ശരിയായിട്ട് വേണം പോലീസ് യൂണിഫോം അമ്മയൊന്ന് പോയി കാണാം. ഇതെവിടുന്ന് പുതിയൊരു സാധനം? കൊള്ളാല്ലേ? നിനക്കിത് എവിടുന്ന് കിട്ടി? അത് പിന്നെ ഞാൻ വാങ്ങിച്ചതാ. എവിടുന്ന്? അത് എൻ്റെ ആൻറ്റിക്ക് ഒരു ആൻറ്റിക്ക് കടയുണ്ട് അവിടെ നിന്ന്. ഏത് ആൻറ്റിയിലെ ഏത് ആൻറ്റിക്ക് ഷോപ്പ്? സത്യം പറയടി, നീ ഇത് അടിച്ചു മാറ്റിയല്ലേ? അത് പിന്നെ ചേട്ടാ, നമ്മൾ അന്നൊരു കഫേ പോയില്ലേ, അവിടെ നമ്മുടെ ഓപ്പോസിറ്റ് ടേബിളിൽ ഇരുന്ന ചേട്ട ഇത് വെച്ച് കളിക്കുന്നുണ്ടപ്പോഴും അറിയാതെ എടുത്തു പോയതാ. ഞാൻ ഫുൾ ടൈം നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. നിന്റെ ഇടയിൽ എപ്പോ ചേട്ടൻ്റെ ഫോൺ വന്ന് പുറത്തു പോയപ്പം സാധനം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അയ്യോ, ഞാൻ വീണ്ടും 2ാം പ്രതിയായി. എടി, ഇത് മോഷണം പോയ കോമ്പസ് ആടി. ഇതിന്റെ ഓണർ എത്രയോ ലക്ഷം കൊടുത്ത് ഓപ്ഷനിൽ നിന്ന് വാങ്ങിച്ചാണ്. നിന്നെ പടച്ചു വിട്ട പടച്ചോന് കൊടുക്കണോടി 10 സത്യം പറയടി, നീ ബ്ലാക്ക് മാൻ? ഞാൻ മാനൊന്നുമില്ല. നീ മാനല്ലാതെ പിന്നെ മയില. ഇനിയിപ്പോ ഇത് വെച്ചോണ്ടിരുന്നതിനായിരിക്കോ ബ്ലാക്ക് മാൻ? നിനക്ക് അവന്റെ മുഖം ഓർമ്മയുണ്ടോ? അത് പിന്നെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴേ ഞാൻ ചുറ്റുമുള്ളതൊന്നും കാണാറില്ല. പോടി. അയ്യോ, എന്റെ പടി പോയി. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ആ കഫേ പോയി നോക്കാം. കഫേ പോയി നോക്കാം. അല്ല വണ്ടി വണ്ടി കേറ്. ഓ വെയിറ്റ് കൂടിയല്ലേ നാട്ടിൽ പോയിട്ട് വന്നപ്പോ. എനിക്ക് ഇവിടുത്തെ CCTV ഫുട്ടേജുകളൊന്ന് കാണണം. അത് ചോദിക്കാൻ താനാരാ? ഡോണ്ട് ക്വസ്റ്റ്യൻ മീ, ഐ ആം ഫ്രം പോലീസ്. ഇത് എന്റെ ആധാർ കാർഡ്. ഫാസ്റ്റ് വന്നോളൂ സാർ. സാറേ, ഞാൻ കണ്ട് ഈ ചേച്ചി എടുക്കുന്ന കണ്ട്. ചേച്ചി പ്രതിയാണല്ലേ? നിന്നോട് ഞാൻ ചേച്ചിയെ നോക്കാൻ പറഞ്ഞോടാ. ഇങ്ങോട്ട് നോക്കടാ. എങ്ങനെ സാധിക്കുന്നതേ? ചേട്ടാ, എന്നെയല്ല അവനെ നോക്ക്. അവൻ്റെ ഒരു കറുത്ത തൊപ്പിയും കറുത്ത ഷർട്ടും ഇത് കണ്ടറിയാം ഇവൻ തന്നെയാണ് ബ്ലാക്ക് മാൻ. എനിക്ക് ചേട്ടനും ബ്ലാക്ക് ഷർട്ടല്ലേ ഇട്ടേക്കണേ. പക്ഷേ ഞാൻ ബ്ലാക്ക് മാൻ അല്ലെന്ന് എനിക്കറിയാമല്ലോ. അവനെ കണ്ടുപിടിക്കുക എന്താ ഒരു വഴി. ചേട്ടാ, എന്തോ ഇയാൾ എങ്ങനെയാ പേയ്മെന്റ് ചെയ്തേ? നോക്കി തരാം. GPay ആണ് ചേച്ചി. ചേട്ടാ, അപ്പൊ അതുവഴി അയാളെ ട്രാൻസാക്ഷൻ മനസ്സിലാക്കാം. അങ്ങനെ അഡ്രസ്സും കണ്ടുപിടിക്കാം. അങ്ങനെയൊക്കെ പറ്റുമോ? ആ, പറ്റും. എനിക്ക് എപ്പോഴും തോന്നി. നീ ഇവിടെ ഇരുന്ന് ബാക്കി വീഡിയോയും കൂടെ കാണും. ഓക്കെ സാർ. നീ വാ. ചേട്ടാ, അഡ്രസ്സ് ഇത് തന്നെയാണെന്ന് ഉറപ്പാണോ? അഡ്രസ്സൊക്കെ ഇത് തന്നെ. നമുക്ക് പോയിട്ടേ നാളെ പകല് വന്നാല ഈ പേടി വന്ന്. അതെ, വീട് കണ്ട പൂട്ടിയിരിക്കുക, അകത്ത് ആളില്ലെന്ന് തോന്നുന്നു. എന്നൊരു കാര്യം ചെയ്യും, നമുക്ക് പോയിട്ടെ അവ ഉള്ളപ്പോ വന്നാലോ വീടിന്റെ അകമൊക്കെ ഒന്ന് കാണാം. അതിന് നമ്മൾ ഈ വീട് മേടിക്കാൻ വന്നില്ലല്ലോ. അതെ, ഒരു കള്ളനെ കണ്ടുപിടിക്കണില്ലേ, നമ്മൾ ആ കള്ളനെ പോലെ ചിന്തിക്കണം. എനിക്ക് കള്ളനെ പോലെ ചിന്തിക്കാൻ പറ്റൂലല്ലോ, ഞാൻ പോലീസല്ലേ, ഐ ആം കോപ്പ്. കോപ്പ്? അവന്റെ വീടിന്റെ ബാക്ക് സൈഡിലേ ഇത് കുത്തി തുറന്ന് കാണാനുള്ള എന്തെങ്കിലും ആയുധങ്ങളൊക്കെ കാണും. വാ, നമുക്ക് പോവാം. ഇവളാണ് ഇനി ബ്ലാക്ക് മാൻ. എന്റെ ഇൻറ്റ്യൂഷൻ ശരിയായിരിക്കും, എന്നെ കൊല്ലാൻ കൊണ്ടുപോയിരിക്കും. ചേട്ടാ, പറഞ്ഞില്ലേ? വരുവാ. ചേട്ടാ, സൗണ്ട് ഉണ്ടാക്കല്ലേ? എനിക്കറിയാം.
ഫിംഗർ പ്രിന്റ് പതി ചേട്ടാ മുകളിലുണ്ട് താഴെയുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാൻ മുകളിൽ നോക്കാം, ചേട്ടാ റൂമിൽ നോക്കാം. ആ അല്ല എന്താ നോക്കേണ്ടത്? അവ ഇവിടെ ഇല്ലല്ലോ. ഓ നിങ്ങൾ എന്തേലും ചെയ്യും. എന്നാ പഴം തിന്നാം. ചേട്ടാ ഒന്നിങ്ങ് വന്നേ. വരുന്നു. എന്തടി വിളിച്ചേ? ഇതെന്തൊരു മണം? ഇത് താഴെ അവന്റെ സ്പ്രേ എടുത്തടിച്ച് അടുത്തോട്ട് മുഷിഞ്ഞിരിക്കില്ല. ഇതേത് കോട്ട്? ഇത് അവന്റെ കോട്ട്. നീ പേടിക്കണ്ട, ഇതിൽ അവന്റെ ഫിംഗർ പ്രിന്റേ ഉള്ളൂ. ഇത് കണ്ട അത് ശരി, അപ്പൊ നിന്റെ അച്ഛനായിരുന്നല്ലേ ബ്ലാക്ക് മാൻ? എനിക്ക് നേരത്തെ ഇയാളെ സംശയം ഉണ്ടായിരുന്നു. നിങ്ങളെ കാരണോ പോലീസിലെടുത്തത്? എന്റെ ഇംഗ്ലീഷ് ശരിയാണെങ്കിലേ അവന്റെ അടുത്ത ടാർഗറ്റ് എന്റെ അച്ഛനാ. നന്നായിട്ടേ ഉള്ളൂ. 1000 രൂപ ചോദിച്ചപ്പോ ഇയാൾ എന്റെ അടുത്ത് പണിയെടുത്ത് തിന്നാൻ പറഞ്ഞേക്കുന്നു. അത് തന്നെ. ഹലോ അച്ഛാ, ഹലോ ഹലോ. റേഞ്ചില്ലേ? കോൾ എടുക്കണില്ല. അച്ഛനെന്തോ പറ്റി? അങ്ങനെ വല്ലതും ചെയ്താണോ? അയ്യോ എനിക്ക് തല ഇറങ്ങണം. വിശന്നിട്ടായി. അല്ല നീ വാ. ചേട്ടാ കുറച്ചുകൂടെ സ്പീഡിൽ പോവോ? നീ വെറുതെ ടെൻഷൻ അടിച്ച് എന്നെയും കൂടെ ടെൻഷൻ അടിപ്പിക്കാതെ. ആ എന്താ മോളെ ഈ നേരത്തെ? അയ്യോ ആടാ നീ. നിന്റെ അച്ഛനെ തീർത്തടി. ഞാൻ 3-ാം പ്രതിയായി. അച്ഛനും മോളും കൂടെ എന്നെ കൊലയ്ക്ക് കൊടുക്കത്തേ ഉള്ളൂ. ഉണ്ടായിരടാ, അവന്റെ ബോധം പോയിട്ടേ ഉള്ളൂ. ബോധമില്ലാത്ത? എന്നാ ഞാൻ CPR കൊടുത്താലേ മാമ? നീ ഒന്നും കൊടുക്കണ്ട, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പം ഇങ്ങെത്തും. പോലീസിന്റെ? നമുക്ക് പോയാലോ? അതിന് ചേട്ടനല്ലേ പോലീസ്? ഓ ശരിയാണല്ലോ, ഞാനാണല്ലോ പോലീസ്. आराम सादे, तेरे को ये हिम्मत मेरे घर पे घुसने का? तेरे को मैं छोड़ेगा नहीं, फौजीड़ा. അതെ, അയാൾ ഇത് തപ്പിയായിരിക്കും വന്നത്. ഈ ഒരു കാര്യം ചെയ്യും, ആ ബാഗ് ഉൾപ്പെടെ അങ്ങ് ഊരി കൊടുത്തേര്. ഇല്ലെങ്കിൽ അയാൾ അതും തപ്പി എൻ്റെ വീട്ടിൽ വരും. സോറി ബ്ലാക്ക് മാൻ. ഇനിയും കുഴപ്പമില്ലായിരിക്കും അല്ലേ? എന്താ ഇവിടെ നടക്കുന്നത്? അത് മാമ, നമ്മൾ ഇവനെ കൊടുക്കാനായിട്ട് ഈ സാധനം കൊടുത്തത്. അല്ല, നിങ്ങളെന്താ ഇവിടെ? രേവതി, ഇന്ന് എന്നെ ഞാൻ നിന്റെ വീട്ടിൽ വിളിച്ചു പറയുന്നുണ്ട്. ഹോംവർക്ക് എഴുതാതെ ഇനി എന്റെ ക്ലാസ് കയറണ്ട, കേട്ടല്ലോ? എവിടെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ ഹോംവർക്ക് എഴുതാതെ വന്നത്? അമ്മ, ഞാൻ തിരിച്ചു വരുമ്പോ ഫുൾ എഴുതിയിരിക്കണം, കേട്ടല്ലോ?
അപ്പൊ അന്ന് ടീച്ചർ കണ്ടുപിടിക്കാതിരുന്നപ്പോൾ തനിക്കതൊരു ആവേശമായല്ലേ? പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? പിന്നീട് 10 രൂപ മോക്കെന്താണ്? ചേട്ടാ 20 റസ്ക്. റസ്കാ? മോളെ 20 റസ്ക് ഇല്ല, ബിസ്ക്കറ്റ് എടുക്കട്ടാ? വേണ്ട ചേട്ടാ. വേറെ പാലെന്തെങ്കിലും? വേണ്ട. ശരി. സ്പൂൺ എവിടെ വച്ച്? അപ്പൊ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ലേ? അത് പിന്നെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. ഇതൊക്കെ അച്ഛൻ അറിഞ്ഞ രേവതി, ഇത് ക്ലെപ്റ്റോമാനിയാണ്. ചില സാധനങ്ങൾ കാണുമ്പോൾ അത് എടുക്കാനുള്ള ഏർജ്, ഒരു വെപ്രാളം പോലെ. അത് വാങ്ങിക്കാനുള്ള കാശ് എൻ്റെ കയ്യിൽ കാണും, എന്നാലും വാങ്ങില്ല. എന്നാൽ ആ എടുക്കുന്ന സാധനം കൊണ്ട് തനിക്ക് ഒരു ഉപയോഗവും ഉണ്ടാവത്തില്ല. എടുത്തു കഴിയുമ്പോൾ ഒരു ഗിൽറ്റ് പോലെ. മേ ബി ചൈൽഡ്ഹുഡിലുള്ള എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി രേവതി തന്നെ കണ്ടുപിടിച്ചൊരു വഴിയായിരിക്കും ഇത്. താൻ പേടിക്കണ്ട. ബിഹേവിയർ തെറാപ്പി, അവേർഷൻ തെറാപ്പി വഴിയൊക്കെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ അതിന് ഐ നീഡ് യുവർ കോപ്പറേഷൻ. ഒരു മിനിറ്റേ. ക്ലെപ്റ്റോമാനി എന്നത് കേവലം ഒരു മോഷണമല്ല, അതൊരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറാണ്. പണത്തിനോ സാധനങ്ങളോടുള്ള ആർത്തി കൊണ്ടോ അല്ല, മറിച്ച് മനസ്സിൽ പെട്ടെന്നുണ്ടാവുന്ന വല്ലാത്തൊരു പ്രേരണ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ അവസ്ഥയിലുള്ള ഒരു സാധനങ്ങൾ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാലോ ഉടനെ കടുത്ത കുറ്റബോധവും ഇവർക്കുണ്ടാവാറുണ്ട്. കുട്ടികൾ ചിലപ്പോൾ ഇതുപോലെ സാധനങ്ങളൊക്കെ എടുത്താൽ അത് ക്ലെപ്റ്റോമാനി ആകണമെന്നില്ല, എന്നാൽ ഒരു ഉപയോഗവും ഇല്ലാത്ത സാധനങ്ങൾ എടുക്കാനുള്ള തോന്നൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നും പറഞ്ഞ് 2 അടി കൊടുത്ത് ഇവരെ നന്നാക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ സമയം അവരെ കുറ്റപ്പെടുത്തുകയോ ശിക്ഷിക്കുകയോ അല്ല വേണം. ഒരു നല്ല സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി അവരെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കും. ആരടാ? ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന